പുതിയ പുസ്തകം ഉണ്ടല്ലേ? പുതിയ പുസ്തകം വരികയാണ്. ഏതാണ് പുസ്തകം? ഇത്തവണ പത്മരാഗ മാളിക എന്നാണ് പുസ്തകത്തിന്റെ പേര്. നല്ലത്. നാളെയാണ് കവർ പ്രകാശം. വിഷുവായിട്ട്. വിഷു. ആരാ പബ്ലിഷ് ചെയ്യുന്നത്? ഇതിന്റെ മെമ്മറി ഫയൽസ് ചെയ്തില്ല, കോഴിക്കോട്ടുള്ള ടീം തന്നെയാണ്. അവർ തന്നെയാണ് പുതിയ പുസ്തകം ചെയ്യുന്നത്. ക്രൈമാണോ? ഇത്തവണ ക്രൈമല്ല, ഇതിന് മുമ്പത്തെ 5 പുസ്തകം ക്രൈമല്ലേ. അപ്പൊ ഞാൻ ഇത്തവണ ക്രൈമിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴിമാറിയിട്ടുണ്ട്. നോവലല്ല, ഒരു ഭീതിയുടെ അടിയൊടുക്കണ്ട 5 കഥകൾ, കഥാസമാഹാരം. ഈ കഥകൾ തമ്മിൽ എന്തെങ്കിലും രൂപത്തിലുള്ള ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വ്യത്യസ്തമായി? കഥകളുടെ വെച്ചാല് അടിസ്ഥാനം ഭീതിയാണ് എന്നുള്ളത് തന്നെയാണ് അവര് തമ്മിലുള്ള ബന്ധം. കഥകളായിട്ടുള്ള തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ അവ തമ്മില് ഇങ്ങനെ കഥാപരിസരത്ത് ചില ഒരു സാമ്യതകളുണ്ട്, ചില ബന്ധങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒഴിച്ചാല് എല്ലാം അടിസ്ഥാനപരമായിട്ട് ചെറിയൊരു ഭീതി ഉണർത്താവുന്ന കഥകളാണ്. പ്രകാശനം ഈ മാസം 26-ാം തീയതി കോഴിക്കോട് നമ്മുടെ ലൈബ്രറി മാനേജറിലുള്ള പബ്ലിക് ലൈബ്രറിയുടെ ബിൽഡിങ്ങിന് മുകളിൽ ഹോളുണ്ട്. അവിടെ വെച്ച് മാൻകൈൻഡിന്റെ 3 പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രകാശനം ചെയ്യാണ്. അതിൽ ഒരു പുസ്തകം എന്റേതാണ്, എന്റെ പുസ്തകം എന്റെയാണ്. മറ്റുള്ള പുസ്തകങ്ങളൊക്കെ സെയിൽസ് ഒക്കെ എങ്ങനെയുണ്ട്? ഉണ്ടോ അങ്ങനെ പതിപ്പുകളൊക്കെ എങ്ങനെയുണ്ട്? മുമ്പത്തെ പുസ്തകങ്ങള് എല്ലാം ആദ്യം ഏകദേശം എല്ലാം 2ാം പതിപ്പായല്ലോ. ഇപ്പൊ അപ്രതീക്ഷിതത്തിന് 3ാം പതിപ്പ് ഇറങ്ങാൻ പോവുകയാണ്. ബാക്കി എല്ലാ പുസ്തകങ്ങളും ഒരു ശരാശരിയില് ക്രൈം പുസ്തകങ്ങൾ എന്നുള്ള നിലയ്ക്കുള്ള ഒരു നല്ല നിലയ്ക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2ാം പതിപ്പാണ്. ഇപ്പൊ 2ാം പതിപ്പ് അത് കുറഞ്ഞ മാസമല്ലേ ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഇപ്പൊ 2ാം പതിപ്പായി. 2ാം പതിപ്പാണ് ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് പുസ്തകത്തിന്. കുറ്റാന്വേഷണ കൃതികൾക്ക് നല്ല വായനക്കാരുള്ള ഒരു സമയം കൂടിയാണ്. പൊതുവെ നല്ലൊരു ഉണ്ട്, ശരിയാണത്. ഇതിപ്പോ നോവൽമാരിയല്ല പോണത്, ഒരു ചെറു കഥകൾ. ഇത് കഥകളാണ്, 5 കഥകളുടെ സമാഹാരമാണ്. എന്റെ സത്യത്തിൽ എന്റെ ഇതുവരെയുള്ള 5 പുസ്തകങ്ങളിൽ 3 കഥാസമാഹാരങ്ങളും 2 നോവലുകളുമായിരുന്നു. പൊതുവെ നോവലുകൾക്കാണ് ആളുകൾ താല്പര്യം കൂടുതലെങ്കിലും ഇത് കഥാസമാഹാരമായിട്ടാണ്. എത്ര കഥകളാണ്? ഇത് 5 കഥകൾ. ഈ നോവൽ എഴുതിയപ്പോഴും മുമ്പത്തെ കൃതികൾ എഴുതിയപ്പോഴും അതിന്റെ കാര്യമായ പഠനങ്ങൾ നടത്തിയിട്ടാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ എഴുത്ത് രീതി? സത്യത്തില് ഞാൻ പൊതുവെ എൻ്റെ ജീവിതാനുഭവങ്ങളും യാത്രയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും ഭാവനയും ചേർത്തിട്ടാണ് ഞാൻ എഴുതാറുള്ളത്. പക്ഷെ എനിക്ക് സംശയം വരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഞാൻ അതിലെ വിദഗ്ധന്മാരുമായിട്ടൊന്ന് സംസാരിക്കും. കാരണം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള ഗവേഷണം ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ അതാത് നമ്മൾ സംശയം തോന്നുന്ന ഘട്ടത്തിൽ അതാത് രംഗത്തെ വിദഗ്ധരെ ഒന്ന് കണ്ട് സംസാരിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ പിന്തുടരുന്നത്. ഇപ്പോഴും ഈ പുതിയ പുസ്തകം ഇറക്കിയപ്പോഴും ഞാൻ ചിലരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. നമുക്ക് സംശയമുള്ള മേഖലകൾ തീർത്ത് നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കുറ്റമറ്റ രീതിയിൽ പുസ്തകം എഴുതണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പരമാവധി തെറ്റുകുറ്റങ്ങൾ